ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഇതുവരെ ഇട്ട വീഡിയോസ് എല്ലാം കണ്ടു എന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മളെ ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ട്. ഹാനിയ എന്നുള്ള പേരിലാണ് സോങ് ഉള്ളത്. ഒരു ഹിന്ദി സോങ് ആണ്. സോ ഞാനും ജുബേർക്കും കൂടെ പുതുതായി പാടി വലിയ പെരുന്നാൾ റിലീസ് ചെയ്ത സോങ് ആണ്. ഇപ്പോൾ ഓൾറെഡി 3 ലക്ഷം വ്യൂസ് കഴിഞ്ഞു. ഒരുപാട് പേര് ഇതിനോടകം കേട്ട് കഴിഞ്ഞു. കുറേ ആൾക്കാർ പറഞ്ഞു ഇത് വെഡ്ഡിങ്ങിനൊക്കെ ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള സോങ് ആണ്, വെഡ്ഡിങ് എൻട്രി, ഈ ബ്രൈഡ് ടു ബി പരിപാടി അങ്ങനത്തെ സംഭവത്തിനൊക്കെ ഭയങ്കര രസമുള്ള സോങ് ആണെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ 2 വരി വരുന്നത് എങ്ങനെയാ വെച്ചാൽ, സദഖേ തെരേ ഖുർബാനിയാ तू जिंदगी विच आया वे हानिया मैं तेरा जानिया मेरी ये दास्ता बस है तुझे से वास्ता वे हानिया मैं तेरा जानिया सज के सवर के तूने जो देखा इधर को हाल में तो बढ़ गई है दिल में क्यों बेचैनिया चलते ही चलते ये कैसे अपने लगा तू सदियों से बुनने लगा हूँ प्यार की कहानियाँ. അടുത്ത ജുബേർക്കാരൻ്റെ ഹൈ പോർഷനാണ്. അപ്പം അങ്ങനെയാണ് ആ പാട്ട്. അപ്പോൾ ഞാനും ജുബേർക്കും കൂടെ പാടിയിട്ടുള്ളതാണ്. സോ ആ പാട്ടിൻ്റെ ഹൈ പോർഷൻ, അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടിൻ്റെ സ്റ്റാർട്ടിങ് ജുബേർക്കാണ് പാടുന്നത്. അപ്പോൾ ഞാൻ പാടിയത് മാത്രമേ ഞാൻ പാടുകയുള്ളൂ. ബാക്കി കേൾക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ പാട്ട് റിലീസായിട്ടുണ്ട്, എല്ലാവരും പോയിട്ട് കേൾക്കുക. സോ എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ത്രോട്ടിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. 2 ദിവസം എന്നല്ല, ഇപ്പോൾ 2 ആഴ്ച ആയില്ലേ നമ്മളതിൻ്റെ പിന്നാലെ നടക്കുന്നത്. അപ്പോൾ വോക്കൽ കോഡിന് ചെറിയ കൺജഷൻ ഉണ്ട്. സോ ഞങ്ങൾ ഡോക്ടറെ പോയി കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ, ഒരു ദിവസം മാക്സിമം എത്ര സംസാരിക്കാതെ എനിക്ക് നിൽക്കാൻ പറ്റും അത്രയും സംസാരിക്കാതെ നിൽക്കാന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു എനിക്കൊരു 40 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താണ് 40 മിനിറ്റ് സംസാരിക്കാം. അപ്പോൾ എനിക്കൊരു ദിവസം ഒരു വ്ളോഗ് ചെയ്യാനുള്ള ഒരു സമയം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വളരെ സൗമ്യമായ രീതിയിലുള്ളതാണെങ്കിൽ ഞാൻ ഡോക്ടറിന് വ്ളോഗൊക്കെ കാണിച്ചു കൊടുത്തു. വളരെ സൗമ്യമായ രീതിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചെറിയ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ബട്ട് സ്റ്റിൽ അൽഹംദുലില്ലാ ഇപ്പോൾ എന്തായാലും ഞാനൊക്കെ മെഡിസിൻ എടുത്തെടുത്ത് ഇപ്പോൾ ചെറിയ മാറ്റമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയും ഇപ്പോൾ ഈ പാടിയ പോലെ എനിക്ക് പാടാൻ കഴിയില്ലായിരുന്നു. നല്ല ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു എനിക്ക് സിംഗിങ്ങിൽ. നല്ലോണം ഞാൻ കുടുങ്ങിപ്പോയിരുന്നു. അപ്പോൾ അതിനൊക്കെ കുറേ മാറ്റം വന്നു. സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പാട്ടെല്ലാവരും കേൾക്കുക, വ്ളോഗ്സ് എല്ലാവരും കാണുക. അതിനിടയിലൊരു വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു, എല്ലാവരും മിസ്സാക്കാതെ കാരണം. ഇപ്പച്ചിൻ്റെ ഇമ്മച്ചിൻ്റെ 25th ആനിവേഴ്സറി വ്ളോഗ്, ചിരിച്ച് പടം മറിയാനുള്ള വ്ളോഗാണ് ആ വ്ളോഗ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു പെരുന്നാളും ചെറിയ പെരുന്നാൾ നമുക്ക് ദുബായിൽ പ്രോഗ്രാമായിട്ട് ചെറിയ പെരുന്നാൾ നമുക്ക് പോയി കിട്ടിയ. ചെറിയ പെരുന്നാൾ നമ്മൾ എയറിലായിരുന്നു. ദുബായിൽ പോയി നേരെ നിസ്കാരത്തിക്കാണ് വീണു എന്നല്ലാണ്ട് അവിടെയും കിട്ടിയില്ല, ഇവിടത്തോട്ട് പോയും ചെയ്തു. അങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഇപ്രാവശ്യം അതിലുപരി നമുക്ക് അവിടെയും കിട്ടിയില്ല. അവിടുത്തെ കഴിഞ്ഞു, നമ്മൾ ഖത്തർ പോവാണ്. അപ്പോൾ അവിടുത്തെയും കഴിഞ്ഞു, ഇവിടുത്തെ നാളെ കിട്ടൂല. കാരണം നമ്മളെ ഫ്ലൈറ്റ് വരുന്നത് പുലർച്ചെ 5 മണി 6 മണി ടൈമിലാണ്. അപ്പം നാട്ടിൽ നിന്നും കിട്ടൂല, ഖത്തറിൽ നിന്നും കിട്ടില്ല എന്നുള്ള സ്ഥിതിയാണ്. അപ്പം ഈ ഒരു വലിയ പെരുന്നാൾ ഞങ്ങൾ വീട്ടിലുണ്ടാവില്ല. അപ്പം കഴിഞ്ഞ പെരുന്നാൾക്ക് തന്നെ ഞാനും അഫീം ഈച്ചും ഒറ്റയ്ക്ക് പോയിട്ട് അഫിൻ്റെ കണ്ണ് നിറഞ്ഞു, അഫിൻ്റെ കണ്ണും പുറം കാണാൻ. എന്നോട് പള്ളിക്കത്തെ കത്തീബ് പറഞ്ഞു ഇജ്ജ് പെരുന്നാൾക്ക് പോയിക്കോ, അതിനൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഇജ്ജ് എങ്ങോട്ടേലും പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അഞ്ചനെയും കൊണ്ട് പോവേണ്ടി, അവൻ്റെ കണ്ണും പുറം കാണാൻ പറ്റുക മുന്നത്തെ സൊഫിൽ ഇരുന്നുകൊണ്ട് കാരണം. അപ്പോൾ ഞാൻ കത്തീബിനോട് പറഞ്ഞു ഇൻഷാ അല്ലാഹ് സെറ്റാക്കാറിന്. ഞാൻ പിറ്റത്തെ ആഴ്ചൻ്റെ നാട്ടിലെത്തി അവനെ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി അഫീഫിനെ പറഞ്ഞയച്ച് അഫീഫ് പാസ്പോർട്ട് എടുത്ത്. അപ്പോൾ ഈ പെരുന്നാൾക്ക് കത്തീബിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഞാൻ എന്ത് ചെയ്യാണ്, അഫീഫിനെയും കൂടി ഖത്തറിലേക്ക് കൊണ്ടുപോകാൻ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അഫീഫിൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാവും ഈ ഒരു ഖത്തർ ട്രിപ്പ്. ആരും എക്സൈറ്റഡ് പിന്നെ. പക്ഷെ നമ്മൾ അവിടെ പോയി ഇറങ്ങുന്നു, പരിപാടി ചെയ്യണ്, അന്ന് രാത്രി ഫ്ലൈറ്റ് കയറി പോരാണ്. ഒരു പ്രശ്നമല്ല, പോയാൽ മതി. അതാണ് ഹാപ്പിയാണ്. വസ്ത്രങ്ങളൊക്കെ പാക്ക് ചെയ്തോ? അപ്പം ഇപ്രാവശ്യം നമ്മൾ ഖത്തർക്ക് എന്തൊക്കെയാണ് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ, അഫിക്ക് ഈ ഒരു സഞ്ചിയിൽ ഇതെത്താ ലേസൊക്കെ കൊണ്ടുപോകണേ. ഓ ഖത്തർ സ്പെഷ്യൽ, ഖത്തർ ഭരിക്കും ഈ ട്രൗസർ കേട്ടോ. ഖത്തർ ഞങ്ങളുടെ റൂമിൻ്റെ ഉള്ളിൽ അഫീഫ് ഇടാൻ പോണ ട്രൗസറാണ് ഈ ട്രൗസർ. നാട് ഏതായിക്കോട്ടെ, ദേശം ഏതായിക്കോട്ടെ, രാജ്യം ഏതായിക്കോട്ടെ, സ്റ്റീലിടുന്നത് ട്രൗസർ തന്നെ. പൂക്കള ട്രൗസർ എടുത്തിട്ടുണ്ട് അഫീഫ്. അപ്പോൾ ഇത്
നൂഫ്തക്കും ഓരോ ഫാമിലിക്കും വേണ്ടി കൊണ്ടുപോകുന്നതാണ് ഈ ചക്ക. ലാസ്റ്റ് മിനിറ്റിൽ ജിമ്മിട്ടതാണ് ഈ ചക്ക. നൂഫ്ത എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ എൻ്റെ ഫേവറേറ്റ് പേഴ്സൺസിലാണ്. കാരണം ഞങ്ങൾ വേൾഡ് കപ്പ് കാണാൻ ഒരു സാധ്യത ഇല്ലാണ്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് 4-5 മാച്ച് ഇന്ന അവിടെ കൊണ്ടുപോയി എനിക്ക് വേൾഡ് കപ്പിനുള്ള ടിക്കറ്റ്സ് തന്ന്. ഇനിയും ബാസിലിനെയും അസറിനെയും ഒരേപോലെ എല്ലാവർക്കും ടിക്കറ്റ്സ് തന്ന ആൾക്കാരാണ്. സോ എന്നോട് നൂഫ്ത ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊരു കാര്യം പറയണത്. സോ കുറച്ച് ചക്ക കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനത്തെ ഒരാളല്ല, ചക്കയും മാങ്ങയൊന്നും എൻ്റെ ബാഗിൽ കൊണ്ടുപോയി അതിൻ്റെ മണമൊന്നും എൻ്റെ ബാഗിൽ കൂടെ ആക്കുന്ന ആളല്ല. ബട്ട് സ്റ്റിൽ ഓർക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ്. കാരണം ഇന്ന് അത്രയും ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ്. സോ നമുക്ക് പാക്കിങ്ങും പരിപാടിയും നോക്കാം. പിന്നെ ബാഗിൻ്റെ ഒരു സൈഡാണ് എനിക്ക് സാങ്ഷൻ ഉള്ളത്, ബാക്കിയുള്ള സൈഡ് ഫുള്ള് ഹിൻലേഴ്സിൻ്റെ ടീഷർട്ട് കൊണ്ടുപോകാനുണ്ട്. ഞാൻ പറഞ്ഞ കുറേ ഓർഡേഴ്സ് ഉണ്ട്. അപ്പം ഓലയിലും ഇതിലൊക്കെ എക്സ്ട്രാ ചാർജ് കൊടുത്തിട്ട് എക്സ്ട്രാ ലഗേജ് ആഡ് ചെയ്തിട്ട് കൊണ്ടുപോകണം എന്നാണ് ഇപ്പോൾ ഷാനു പറഞ്ഞത്. അപ്പം എനിക്കിപ്പോൾ പാക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ എനിക്ക് ഈ ഒരു ഷർട്ടും പരിപാടിക്ക് വെള്ളമല്ലേ ബ്ലാക്ക് ഇടും, അതിൽ മാറ്റുന്നില്ലല്ലോ. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി? ഇതിടാം എന്തായാലും, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട പാൻറ്റാ. അപ്പം എൻ്റെ ഒരു പാൻറ്റ് ഏകദേശം ഈ ഒരു വണ്ണം വരും കേട്ടോ. ഹൈദർമാൻ പാൻറ്റ്. അവിടെ മേലെ എന്തെങ്കിലും വെടി പൊട്ടണ്. അജു ഇത് പോയോ അവിടുന്ന്? എന്നാ ഓന്തല്ലോ ബാ പോയോക്കാം, പാക്ക് ചെയ്തെടുക്കണോ ചോദിച്ചു നോക്കാം. ഡിസ്റ്റന്റിനൊന്നും കിട്ടൂല. ഡിസ്റ്റന്റ് പറയണേ ഡിസ്റ്റന്റ് ഡയറക്റ്റ് കോളേജിൽ ചേർന്നവരാണെങ്കിൽ പറയും. എന്താ വേണ്ടി വ്ളോഗിൽ പറയണം? മടിവാള ബിസിനസ് പറയൂ. നമ്മൾ അഡ്മിഷൻ ചെയ്യണ്ടേ? എന്താ ചെയ്യണേ? നമ്മളെ അഡ്മിഷൻ എടുത്ത് കൊടുക്കണ്ടേ? ഇതാ പൊട്ടണ ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് അടിച്ചാലേ മുത്തേ നോടാ. തോക്കോക്കട്ടെ. അപ്പൊ ഞങ്ങൾ പുതിയൊരു തോക്ക് വാങ്ങിണ്ടാ. വെള്ളം ചീറ്റണ തോക്കാണ്ടാ. എടാ അജു, അതെ ഇജ എന്താ ചെയ്യല് പറഞ്ഞാളാ, ഇതില് പറഞ്ഞാളാ. ആർക്കൊരു ഉപകാരം ഉണ്ടായ കിട്ടിക്കോളും. അതൊന്നുമില്ല, നമ്മള് പുറത്താരെങ്കിലും അഡ്മിഷൻ നോക്കണ്ടെങ്കിലേ അവർക്ക് നമ്മള് സീറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. എവിടെയാണെങ്കിലും നല്ല ഏത് കോളേജാണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും. അബ്രോഡും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അബ്രോഡ് അപ്പോൾ അബ്രോഡ് ആണെങ്കിലും ഡൊമസ്റ്റിക് ആണെങ്കിലും എന്താ വെച്ചാൽ നല്ല കംഫർട്ടുള്ള സീറ്റ് എന്തെങ്കിലും നല്ല ബിൽഡിംഗ് ക്വാളിറ്റി ഉള്ള സീറ്റുകളാണ് അജു ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ ചെയ്ത 2 കുട്ടികളെ പറഞ്ഞു അജു മര്യാദക്ക് പഠിച്ചേ. കുട്ടികളെ പേരോ? കുട്ടികൾ കോളേജ് അത് ഏകദേശം എല്ലാ കോളേജും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ കോളേജും ചെയ്തോ? ശ്രീനിവാസ്, ആചാര്യ, ബാംഗ്ലൂർ, പല ഭാഗത്താ. മംഗലൂരാണെങ്കിൽ ശ്രീനിവാസ്, പിന്നെ ഏനപ്പോയ, പിന്നെ ബാംഗ്ലൂരാണെങ്കിൽ ആചാര്യ, കൃപാനന്ദി, പിന്നെ HKBK, അങ്ങനെ കോളേജ്. അതിൻ്റെ അടുത്ത് വന്നാൽ മതി, ഫുൾ സെറ്റാക്കും ചെയ്ത് കൊടുക്കും നമ്മള്. അപ്പോൾ അജുവദിന് അങ്ങനെ ഒരു സൈഡ് ബിസിനസ്സും കൂടി ഉണ്ട്. അജുവദിനെ എല്ലാവരും എന്ത് ചെയ്യുക, ദയവേത് ഈ ഒരു ജേണിയിൽ അജുവദിനെ സഹായിക്കുക. അജുവദിന് ആരെങ്കിലും കൃപാനിധിയോ ബാംഗ്ലൂരോ HBBKയോ യമാനിയോ ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ അജുവദിനെ നേരിട്ട് ബന്ധപ്പെട്ടാൽ എന്താ വെച്ചാൽ നല്ല കംഫർട്ടുള്ള സീറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് അജുവദിന് നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നതാണ്. വലിയ പൈസ പിടിച്ചോ ചെറുക്കന്മാരുടെ? പൈസ പിടിച്ചില്ല, അവർക്ക് ഗുണമുള്ള കാര്യം ചെയ്ത് കൊടുക്കുള്ളൂ. ഗുണത്തിൽ ചെയ്ത് കൊടുക്കും, ലാഭമല്ല. ലാഭമൊന്നും വേണ്ട, നമുക്ക് സീറ്റ് ഓൽക്ക് കുറച്ച് കൊടുത്തിട്ട് ചെയ്യാം. അപ്പൊ ലാഭമൊന്നും ഇല്ലാതെയാണ് ഈ ഒരു ബിസിനസ് ആചാരം ചെയ്യുന്നത്. ലാഭമില്ലാതെ പണിക്ക് വരുന്നത് കേട്ടോ. എന്തെങ്കിലും ലാഭം ഉണ്ട് ചെയ്താൽ മതി. ഓക്കെ, ഗെയിം കളിച്ചാ നീച്ചാ ഫിഫെ ഈസാൻ വെള്ളത്തെ തോക്കും. എന്താ മറിച്ചിട്ടിക്കണേ? അത് ഒരു പൊട്ടെന്നാ നോക്കട്ടെ. പൊട്ടിച്ചാനൊരു ഡ്രൈ ഏരിയ. ഇതിന്റെ സൗണ്ട് ഇടുന്ന വരിക അവിടെ ഒക്കെ അല്ലേ? ഇലക്ട്രിക് അത്
അതൊക്കെ അല്ല എന്നിട്ട് ഇലക്ട്രിക് ആണോന്നൊക്കെ ചോദിച്ചിട്ടേ ഏതൊക്കെ നമുക്ക് റെഡിയായോ റെഡിയായോ പോണ്ടേ പോവാ. ആ അതാണ് റെഡി കഴിച്ച് ആ പോവാ. സാധനം എടുക്ക് എന്നാ. അപ്പൊ സുഹൃത്തുക്കളെ നമുക്ക് പാക്കിംഗ് പരിപാടിയിലേക്ക് കടക്കാം. അഫിയെ ഇവിടെ വന്നാ. അഫീഫ് ഞാനിപ്പോ ഒരു ഷർട്ടും പാൻറ്റും എടുത്തു. അതിന്റെ സാധനങ്ങൾ പാക്ക് ചെയ്തോ? എവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു പാൻറ്റും ഇതെടുക്കല്ലേ സ്ഥലത് എനിക്കിഷ്ടപ്പെട്ട്. ഒരു ഡിസ്കൗണ്ട് ഒരു ഊട്ടി യൂണിഫോമിലെ ആയിക്കോട്ടെ. അപ്പൊ നമ്മളിടുമ്പോ ഒരു ഊട്ടി യൂണിഫോമിന്റെ ഒരു കറുപ്പ് എടുക്കാം, ഒരു വെള്ള എടുക്കാം. ഒരു കറുപ്പും ഒരു വെള്ളയും നമ്മൾ എടുക്കുന്നത് ഗൈസ്. എന്റെ ബെൽറ്റ് ഉണ്ട് ഞാൻ ശരി. അത് തപ്പി നോക്ക്. ജിംഷാന്റെ വണ്ടിയിലെ കുഞ്ഞു ബാഗില്ലേ ഇല്ലേ? ഉണ്ട്, അങ്ങനെ ഉണ്ട്. ഇനി ഏതെടുക്ക? ആ മതി, ഒറ്റ പാൻറ്റുള്ളൂ ഇപ്പൊ. വാ, ഇതിലുണ്ടാവും, ഇവിടെ ഉണ്ടാവും. റൂമൊക്കെ ഫുള്ള് അലമ്പാട്ടോ. ഇതുവരെ നന്നാക്കാനുള്ള ഒരു സമയം നമുക്ക് ലഭിച്ചിട്ടില്ല. അറിയെങ്കിൽ എന്നെ കൊണ്ട് തപ്പിച്ചാല. അത് ശരി. എന്ത് ബെൽറ്റ് എവിടെയാന്ന് അറിയെങ്കിൽ? എനിക്കറിയില്ല ബെൽറ്റ്. അറിയില്ലേ? ഇതൊരു നല്ല ഷർട്ടാ അല്ലേ? അല്ലേ? ഇതും ഇതിൻ്റെ ഒരു പാൻ്റ് ഉണ്ട്. ഇതാണ് നമ്മളെ സ്റ്റോർ റൂം കേട്ടോ. ഇതിൻ്റെ പാൻറ് എപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ മെമ്മറി പവർ ഉണ്ടെങ്കിൽ ഇവിടെ കണ്ടിട്ടുള്ളല്ലോ. ആ അത് ഇതിൻ്റെ പാൻ്റ് അല്ല. കരിഞ്ഞു പോയ പാൻറ്. അപ്പൊ ഇതിന്റെ പാൻറ് കണ്ടിനോ? ഇതെന്താ കരിഞ്ഞു പോയ പാൻറ്റാണ്. തൊള വെടി കൊണ്ടോ? സൈലൻസർ വെച്ചു. അല്ല, ഇത് പിടിച്ചാ ഇത് പോവല്ലെങ്കിൽ ഇതൊരു സാഗരമാണ്. അത് പോയിട്ടാ ഇപ്പൊ കണ്ടിട്ടുള്ളൂ. ആകെ മാനം കിട്ടും. അല്ലെങ്കിൽ ഇതിൽ വലിയ പുതുമയൊന്നുമില്ല മാനം കിട്ടുന്നില്ല. ഇപ്പൊ എന്ന് മാനം കിടൽ തന്നെ ഫുള്ള് ഗ്രാഫ് അടിക്ക കുത്തനെ താഴേക്ക്. ഇത് ഫുള്ള് ഇത് അരമ്പാക്കിട്ടതിന് മെഷീനിൽ നാളെ കിട്ടി പോകും. ഇട്ടാ എന്താ അന്നിട്ടാ ജി ഒന്നിട്ടാ ഒന്നിട്ടാ നോക്കട്ടെ. എന്നാ പൊളിക്കും അഴിട്ടാല്. ആ ഡ്രസ് പോയടാ. ഇവിടെ തരം ഷട്ടർ എടുത്താലോ ഖത്തർക്ക്? ഖത്തർക്ക് ഡിസ്ക് എങ്ങാണ്ട് മറ്റേ എന്താ തെർമലൊക്കെ ഇട്ട് വരാട്ടെ. ഞങ്ങള് തെർമല ഉള്ളിൽ ഇട്ടിട്ടാണ് ഞങ്ങൾ പരിപാടിക്ക് വരിക. എന്നാ 2 കിലോ വെയിറ്റ് കുറയും. ഇവിടെ തന്നെ നേരത്തെ വിളിച്ചില്ല. എന്താ ചൂടില്ലേ? മഴ ഉള്ളപ്പം നമ്മൾ മഴനെ ഫുൾ എതിർപ്പ് നമ്മൾ മഴ പണ്ടാറ മഴ എന്നൊക്കെ പറഞ്ഞിട്ട് മഴ പോയപ്പോൾ നമ്മൾ വേർത്ത് കുളിച്ചും ചെയ്തു. മോനെ കവി ഗഗപമഹ
ഇളങ്കാറ്റിൽ തേങ്ങാക്കുലകൾ ആടുന്നു. ഓ അഫിയ ചെത്ത് കുട്ടപ്പൻ ചേട്ടനെ കണ്ട ഇപ്പൊ ചെത്ത് ലുക്കാ. ആ അത് കൂരിട്ടോ. കാവ്യാകുമ്പോ കുറച്ച് നെഞ്ചൊക്കെ കാണണം പെൺകുട്ടികളെ ആകർഷിക്കാൻ. ഈ നെഞ്ചിന് ആരും കാണാനൊന്നുമില്ലടാ. നെഞ്ചും തൊടയൊന്നും ആയ കാലത്ത് കുറെ കാണിച്ചതാ. സീൻ ലുക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ ഫസ്റ്റ് കൊണ്ടുപോകും. അല്ല അംഗീകാരം നിന്ന് കൊണ്ടുപോകും. കവിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ബാക്കിയുള്ള സാധനം തപ്പി പാക്കാക്കിയിട്ട് കാണാം. സുഹൃത്തുക്കളെ, സ്വല്പ നേരം മുമ്പ് കസക്കിസ്ഥാനിൽ നിന്നും ഷെബാന് വന്നിരുന്നു. അപ്പോൾ ഷെബാന് കൊടുന്നുണ്ടത് ഇതാണ് ഇളന്തപ്പഴം. ഇതിൽ ലേസൊക്കെ ഷെബാന് കൊടുന്ന ലേസാട്ടോ. ലേസും മാർഷ്മെലോ പിന്നെന്തോ ചുളുക്കി പൊളിക്കി മുട്ട, ജെല്ലി മുട്ടായി, ചുളുക്കി പൊളിക്കി മുട്ടായി ഒക്കെ ഷെബാന് കൊടുന്നാണ്. ആ അപ്പോൾ ഇത് ഈ ഒരു മുട്ടായിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് താക്കോൽ ദ്വാര മുട്ടായിയാണിത്. അതായത് ഇതിനൊരു താക്കോൽ വേണം തിന്നണമെങ്കിൽ. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തുറന്നു കൊടുത്താൽ അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിന് പറഞ്ഞ പേരെന്താണെന്നുള്ള കമൻറ്റ് ചെയ്യാം. ചിലരുടെ നാട്ടിലുണ്ടാവും, ഉണ്ടാവില്ല. അപ്പം എന്തായാലും നമ്മുടെ നാട്ടിൽ ഇത് ആരെങ്കിലും പരിയിലുണ്ടെങ്കിൽ ഇവിടെ ഇളന്തപ്പായ എന്നാണ് പറയാ. നിങ്ങളവിടെ എന്താണ് പറയാനുള്ള കമൻറ്റ് ചെയ്യാം. അപ്പം അഫീഫ് ഷൂ എടുത്തോ? ആമാ രാജാവേ. അപ്പോൾ അഫീഫ് മണാലിയിൽ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സാണ് കേട്ടോ. സന്യാസത്തിന് പോയപ്പോൾ മണാലി പാഞ്ച്. ഇന്ന് നിങ്ങൾക്ക് എന്തിനാ അവധിട്ട് ശരിക്കും? ശിവൻകുട്ടി തന്നു. എന്താ മൂപ്പര ലീവ് ഇടല്? കളക്ടറോ? ആ കളക്ടർ ഇടല്. ആ എന്തിനാ മൂപ്പര് എന്തിനാ ലീവ് വന്നപ്പോൾ? അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിൻ്റെ ബാഗിൻ്റെ ഏകദേശം പണി കഴിഞ്ഞു. ഇതിൽ ഫുള്ള് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പോണത് കേട്ടോ. ചക്ക. അപ്പോൾ ഇതെടുത്ത് ഇങ്ങോട്ട് ഇട്ടിട്ട് ഇനി ഫില്ല് ചെയ്യണം. കാരണം ഇതിൽ ഫുള്ള് അമ്മ ടീഷർട്ട് കൊണ്ടുപോകാനുള്ളതാണ്. പിന്നെ ആ സുഹൃത്തുക്കൾക്ക് ഇന്നേ 2 മറ്റേ 2. പിന്നെ ഒരു ഷൂസ് പരിപാടിക്ക് ഇടാനുള്ള, പിന്നെ 2 ഷർട്ട്, 2 ടീഷർട്ട്, 1 ഷർട്ട്. അത് മതിയാവൂലേ? പുറത്തുകൂടെ നടക്കണം എന്നല്ല പറയണത്. ചെടുക്കണ ഫോട്ടോ എടുത്തോ. നിങ്ങൾക്ക് ഈ കൂതറ കുപ്പായങ്ങൾ ഒരുമാതിരി തുണികള് ജീവിതത്തിൽ ഇത് ഇമ്പോർട്ടഡ് ആണ്. കോട്ട ഇമ്പോർട്ട് ചെയ്യൂല. നമ്മളിങ്ങനെ കെതിയിടുന്ന തുണികൾ ഇമ്പോർട്ട് ചെയ്യലും. അപ്പൊ സുഹൃത്തുക്കളെ, അടുത്ത പെരുന്നാളിനും ഞങ്ങൾ വീട്ടിലില്ല. ഞങ്ങൾ വീണ്ടും ഒരു GCC കൺട്രിയിലേക്ക് പോവുകയാണ്. എന്ത് തോന്നുന്നു? ഫൈനൽ മാച്ച് ഓഫ് പെർഫോം വാട്ട് ഹാപ്പനിങ്? ഒരു മിനിറ്റ്. ഈ സാധനം ഇന്നൊരാൾ ഗിഫ്റ്റായിട്ട് തന്നാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ പേരും മഖഡാമിയ. ഈ സാധനം ഇത് തൊലിക്കാനുള്ള മെഷീൻ ഇവിടെ ഉണ്ട്, താക്കോലും ഉണ്ട്. ഈ സാധനം നല്ല ടേസ്റ്റാണ്. മഖഡാമിയ. ആരെ തന്നാറിന്? ഷബാനു എന്നാണ്. താങ്ക് യു ഷബാനു. ഇനി പറയും അടുത്ത ചോദ്യം. എന്ത് തോന്നുന്നു? ഫൈനൽ മാച്ച് ഓഫ് പെർഫോം വാട്ട് ഹാപ്പനിങ്? പോക്കിനെ പറ്റിയാണോ? വിഷമമുണ്ട്. പക്ഷെ അങ്ങ് ട്രാവൽ ചെയ്യണം. കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. നല്ലൊരു അവസരമാണ്. ഞങ്ങൾക്ക് പെരുന്നാൾക്ക് ചെറിയ വിഷമം ഉണ്ടാവുന്നേ ഉള്ളൂ. കഴിഞ്ഞ പെരുന്നാൾക്ക് ചെറിയ പെരുന്നാൾക്ക് ഇതേപോലെ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ മൂത്തടുത്ത് നമ്മളെ ഉമ്മച്ചിൻ്റെ വീട്ടിലായിരുന്നു പെരുന്നാൾ. ഇപ്രാവശ്യം അങ്ങനെ തന്നെ സാധനം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല. നമ്മളിവിടെ ഉണ്ടാവില്ല. നമ്മൾ നാളെ നേരം വെളുക്കുമ്പോൾ തന്നെ ഒരു ഈദ്ഗാഹിൽ കൂടിയിട്ട് നേരെ അങ്ങോട്ട് മൂത്തടുത്തേക്ക് പോയിട്ട് അവിടെ ഭക്ഷണം ഇവിടെ ഒന്നുമില്ല. ആരും ഒന്നും ഉണ്ടാക്കിയില്ല. കാരണം ഇവിടെ ആരുമില്ല. അതാണ് നിങ്ങൾ പോവുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് നീങ്ങാണ്. സുഖമല്ല. അതാണ് സൗണ്ടിനൊക്കെ ഒരു വേരിയേഷന്. ഈ പുതിയ സ്കൂൾ തുറന്നപ്പോൾ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ ഇടവഴുകി കൊണ്ട് വന്നതാണെന്ന് എനിക്ക് സംശയം. കാരണം ഈ പകർച്ചവ്യാധികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയം കൂടിയാണല്ലോ. ഏതായാലും പെട്ടെന്ന് ഷിഫയായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കും. ആമീൻ.
അമ്മച്ചിക്ക് എന്ത് തോന്നുന്നു? സാധാരണ പെരുന്നാൾ തലേന്ന് ഞാൻ അങ്ങനെ ഇരിക്കലില്ല. എന്തേലും അരിയുടെ അരിയുടെ നുറുക്കലും സുർബിയ ഉണ്ടാക്കലും മധുത്തുണ്ടാക്കലും ഇനി അല്ല ഓരോരോ തിരക്കിലേക്കാരും. എന്താ നടുവില് കെട്ടത്? എന്നിട്ട് മച്ചി അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കണേ, ഫ്രിഡ്ജിൽ പലതും ഉണ്ടാക്കി വെക്കണേയും പായസത്തിന് പാല് വാങ്ങണേയും എനിക്ക് പല തിരക്കിലേക്കാരോ. കഴിഞ്ഞ 2 പെരുന്നാളിന് എനിക്കൊരു തിരക്കനല്ല, പ്രശ്നമില്ല, തിരക്കൂല, വിഷയമല്ല, പെരുന്നാളെന്ന് തോന്നുന്നില്ല. പെരുന്നാളാണ് തോന്നുന്നില്ല. പിന്നെ അത് അടുത്ത പ്രാവശ്യം നമുക്ക് റെഡിയാക്കാം. പക്ഷെ എനിക്കെന്താ വെച്ചാൽ എനിക്ക് സൗദിയിലും ഖത്തറിലൊക്കെ ഈ നേരത്തെ പരിപാടി ഉണ്ടാവുള്ളൂ. അല്ല അത് വേണം, നിങ്ങൾ പോകണം, പരിപാടി പുറത്തൊക്കെ നിങ്ങൾ എടുക്കണം, നന്നാവണം, നല്ല ഉഷാറാവണം. ഇപ്പം ഇൻഷാല്ലാ നല്ല സൗകര്യം കൊണ്ട് മാഷാല്ലാ അഫീഫിന് വരെ പാസ്പോർട്ട് കിട്ടിയതുകൊണ്ട് ഓനും ഒരു യാത്രക്ക് ഓൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ് അല്ലേ? പിന്നെ പെരുന്നാളിന്റെ കാര്യം പറയുകയാണെങ്കിൽ നാളെ ഷർട്ട് ഉണ്ട് നമ്മളമ്മ തന്നെ. ആരാ തന്നെ നമുക്ക് ഷർട്ട് കേപ്പില്ല വന്നില്ലേ നമ്മളെ തൃശ്ശൂരത്തെ 24ന്റെ സ്പ്രേ പെർഫ്യൂം ഒക്കെ തന്നെ. ഫാൻസി ഞാൻ വാങ്ങിയിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ പടയോട്ടത്തിൽ അത് അതിൻ്റെ ഉള്ളിൽ പെട്ട് കിടക്കും. ആ സാധനം അതിൻ്റെ ഉള്ളിലെ പാൻസ് അടുത്ത ചെറിയനാക്കും കിട്ടൂലെന്നാ. അതാണ്. പിന്നെ നോക്കട്ടെ, ഉള്ളത് നല്ല എടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. തെരഞ്ഞു നോക്കുമ്പോൾ ഇതിൻ്റെ 40 സൈസിൻ്റെ ഒരു 20 പാൻറ് ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ടീഷർട്ട് കിട്ടി, പാൻസ് എപ്പോഴും കിട്ടിയില്ല. ഞാൻ ഇപ്പം അതിൻ്റെ അടിയിലൊക്കെ പെട്ടോടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഉപ്പച്ചിൻ്റെ പാൻറ് എന്ത് ചെയ്തു? ഞങ്ങളെ കൂട്ടത്തിൽ പെട്ടു. ഞാൻ എല്ലാവരോടും പറഞ്ഞ കാര്യമാണ് ഇതിൽ പാൻറ് പെടുത്താൻ നിൽക്കരുത് എന്നുള്ളത്. കാരണം ഇത് ഇതുവരെ കരകയറ്റാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഇപ്പോഴത്തെ ഈ സാധനം അടിച്ചുകൊണ്ടാണ്, ഹാങ്കർ അടിച്ചുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം ഇതിൽ നിന്ന് കുറച്ച് സാധനം കര കയറിയത്. എൻ്റെ ഡ്രസ്സ് കോമഡി കേട്ടോ. എനിക്ക് ആകെ 2 ടൈപ്പ് ഡ്രസ്സുള്ളൂ. ഒന്ന് ഫുൾ വൈറ്റ്, അതായത് ഫുൾ വൈറ്റ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ബ്ലാക്ക്, വെറും ബ്ലാക്ക്. A to Z ആദ്യം മുതൽ അവസാനം വരെ നല്ല കറുപ്പ് ഷർട്ടും വൈറ്റ് ഷർട്ടും. ഇത് മാത്രമേ എൻ്റെ കളക്ഷനിലുള്ളൂ. പിന്നെ അൽക്കച്ചൽക്ക കളർ എനിക്ക് ആകെയുള്ളത് ഈ ബാക്കൊക്കെയുള്ള 4 കളറാട്ടോ. പിന്നെയുള്ള കുറച്ച് ജേഴ്സികളാണ്. ബാക്കിയൊക്കെ ഉള്ളത് കറുപ്പും വെള്ളയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുടുങ്ങിയാൽ എന്തായാലും കിട്ടില്ല എന്നുള്ളത് ഉറപ്പായി. ഈശു ഇതെടുക്കണേ ഇതിലെന്തൊക്കെയുള്ളത്? തുറക്ക് എന്തൊക്കെ ഉണ്ടാവട്ടെ. ഇന്ന് എത്രയും സാധനം എടുത്ത് പോകണം, മറ്റന്നാൾ ഇങ്ങോട്ട് പോരും. അതിൽ സാധനങ്ങളല്ലോ, ഡ്രസ്സിന്റെ ആകെ 3-4 ഉള്ളൂ. എന്തുള്ള നോക്കട്ടെ, ദോർക്കോലോ. ഇതീ പെട്ടിന്റെ വീതി വലുപ്പമാണ്. ഇതെത്തത് ആർക്ക്? ആൾക്കാരുണ്ട് അവിടെ. ആര് ചിപ്സ് ഒക്കെ ഉണ്ടാവും. ഡ്രസ്സ് ആകെ 2 പാൻറ്. ഇത്ത ഖത്തറിൽ ചിപ്സ് ഇല്ലേ? 2 പാൻറ്. ഖത്തറിലും ചിപ്സ് ഇല്ല, നാട്ടിലത്തെ ചിപ്സിന്റെ ആ ഒരു ഇത് കിട്ടില്ല. 2 പാൻറ്. ഇത് പരിപാടിക്കുള്ള ഇടാനുള്ള ഒരു ഡ്രസ്സ്, ഇത് തിരിച്ചു പോരാനുള്ള ഡ്രസ്സ്. കറക്റ്റാ. ഇതോ? ഇത് തിരിച്ചു പോരാനുള്ള ഗ്രൂമിംഗ് കിറ്റ്, ട്രൗസർ. നമ്മളെ ഹൈലൈറ്റ് സാധനം ഇതാണ്. ഹന്നാൻ പേരിനോട് നമ്മള് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യണം. ഇതാണ് ഈച്ചു സ്ഥിരമായി യൂസ് ചെയ്യണ ഷെഡ് കേട്ടോ. ഇതിന്റെ പേരിൽ തന്നെ ഉള്ള ഷെഡിയാണ്. എന്നിട്ട് ഇപ്പൊ അത് യൂസ് ചെയ്തിട്ടാണ് ഈസ നടക്കല് കേട്ടോ. അത് യാസറാക്കന്റെ അളിയനെ അയച്ചാണ് സമ്മാനം. ഇതിന്റെ അളി ഒരു ഈസുണ്ട്. എടാ എനിക്കൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് അൺബോക്സ് ചെയ്യണം. ഞാനല്ല ഇപ്പം ഇടണത്. ഞാനായിട്ട് എവിടെയെങ്കിലും പോയി കണ്ട് എവിടെയും എന്ത് വണ്ടിമെന്ന് നോക്കി എന്തെങ്കിലും അണ്ടി ട്രൗസർ ആസ്പത്രി കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടായിട്ട് ഞാൻ എൻ്റെ പേരിനുള്ള ട്രൗസർ ഇട്ട് ആസ്പത്രി കിടക്കുന്ന ചോക്ക് ഷെഡിട്ടാണ്ട് മാനങ്ങളില്ല. സിസ്റ്റർമാർക്ക് ചിരി വരില്ലേ, അവർക്ക് ഓൺ ടൈമിൽ ചികിത്സ ചെയ്യാൻ പറ്റില്ല. ഒരു ചിരിച്ചവിടെ നിൽക്കും ഡിസ്കായി കണ്ട്. മുടിയൊന്ന് വെട്ടിക്കൊണ്ടിട്ട് എൻ്റെ ഷോപ്പ് പോയിട്ട്. മുടി വെട്ടിയോ? വെട്ടിയിട്ട് അങ്ങനെ എന്റെ ഷോപ്പിൽ നിന്ന് ഇത് വെട്ടിയാണ്ട് ബിഫോർ ആഫ്റ്റർ ഇടരുത് കേട്ടോ. അത് എന്റെ ഷോപ്പിനാണ് ബാഡ്. ഉണ്ട് നോക്കട്ടെ. ഓഡിയൻസിന് നല്ല മൂടാ. കറക്റ്റ് മറ്റേ പട്ടിനെ ഗ്രൂം ചെയ്യില്ല. അതെ ഫെയ്ഡ്സാലോ? ഫെയ്ഡ്സാണ്. അത് കറക്റ്റ് ലാബ്രഡോറിനെ മുടി വെട്ടണ പോലെ. എന്നിട്ടില്ലേ അവിടെ ഇവിടെ ആകെ 2 ഇതുണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടി, ഇവിടെ നിന്ന് എത്ര നേരം എന്റെ വെട്ടി അരമണിക്കൂർ എടുത്തിട്ടുണ്ട് എന്റെ വെട്ടാൻ. നിങ്ങൾ എന്നാ പോയത്? നേരത്തെ കയറ്റിയോ? വരുന്നു തിരക്കുണ്ടായിട്ട്
പെരുന്നാൾ തലേന്ന് നിങ്ങൾക്ക് ശരി, അത് ഞാൻ അവനോട് പറഞ്ഞു. നല്ല രാജാവിന്റെ തിരക്കുണ്ടാവും. കസാരയിൽ ഇരുത്താ. പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത തിരക്ക്. നമ്മള് കാത്തുനിന്ന് ഞാൻ പോയി കയറിയിരുന്ന് വെട്ടി. പക്ഷെ ഞാൻ പോയപ്പോൾ പള്ളി കഴിഞ്ഞ് അപ്പം തന്നെ പോയത്. അപ്പോൾ ആരുമില്ല ഇനി. തിരക്കായി വരുന്നുള്ളൂ. അഫീഫിന്റെ ബാഗിൽ ഒരു പെരുന്നാൾ ഷർട്ട്, ഒരു പെരുന്നാൾ ഷെഡി, ഒരു അയച്ചാൻ കുഴിച്ച ഷർട്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഷെഡി എന്ന് പറയല്ലേ? എന്നിട്ട് നിങ്ങൾ ഇന്നാളെ ഇഞ്ഞ വ്ളോഗിൽ അലക്കിനി ഷെഡി പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ലമ്മ. ഹൈഷ് പെരുന്നാൾ അണ്ടർവെയർ, സോറി. അപ്പൊ പെരുന്നാൾ 2 പെരുന്നാൾ ബോക്സസ്. മുണ്ടല്ല അഫീഫ്. അഫീഫ് ഇത് ഇന്റതല്ലേ? എന്തറിയോ ഇത് ഇന്റതാണ്. ഇത് പറഞ്ഞാല് ഇത് ഞാൻ വെച്ചല്ല ആണ്. പക്ഷേ അതറിയോ കുറെ കാലമായിട്ട് ഞാൻ കുറെ ആൾക്കാർ അതിനെ ഉടമണ്ടോ നോക്കിയാണ് എൻ്റെ ഇതിൽ കണ്ടിനി കാർഡ് ബോർഡിൽ അല്ല വാർഡ് ബോർഡിൽ വാർഡ്രോബില് ഇതിന് മാത്രം ടൗസർ ഇട്ട് എങ്ങട്ടാ പോണത്? ഫുൾ ടൗസർ. ഖത്തർക്ക് പോവാട്ടോ. ഫുള്ള് മഞ്ഞ ടൗസർ, പുള്ളി ടൗസർ. എന്താ ഇതൊന്ന് ജനറേറ്റ് ചെയ്തത് പിന്നെയും ടൗസറോ ഫിഫെ? പിന്നെയും ടൗസറോ? അത് ട്രൗസർ. പിന്നെ ടൗസർ അല്ല ട്രൗസറാണ് അവിടെ ആവശ്യം. ശരി, ഖത്തർക്ക് പോണ 2 ദിവസത്തിന്. ഇതിലുള്ളത് 8 ട്രൗസർ. കുട്ടി ഞാൻ അടുത്തോട്ടെ കുട്ടിയെ അതിലൊന്നുമില്ല. വേറൊന്നില്ലേ? പിന്നെ ഷർട്ടും വേണ്ടോ? പിന്നെ ടൗസർ ഉണ്ടോ? പറഞ്ഞു ഷർട്ട് നമ്മൾ ഡെല്ലല്ലോ. അങ്ങനെ ടൗസർ അത്യാവശ്യത്തിനുണ്ടല്ലോ. അത് മതി, ധാരാളം മതി. എന്നാ ഞങ്ങൾ പോട്ടെ, സാധനങ്ങൾ എടുത്തോളി. ബാക്കി ഞാൻ അവിടെ പോയി സെറ്റ് ചെയ്യാം. എന്റെ ബെൽറ്റ് അധികം വെച്ചില്ലേ? വെച്ചു മരുന്ന് വെച്ചു. മെഡിസിൻ എടുത്തണം. എന്റെ തായ്ലൻഡ് മെഡിസിൻ ഉണ്ടോ? തായ്ലൻഡ് മറ്റേ മിൻഡ ആ ആവി പിടിച്ചിട്ട് ആ അല്ലാതെ പിന്നെ അല്ലേ ഇങ്ങടുത്ത് തന്ന സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് തന്ന സാധനം തന്നെയാണ്. അസ്സലാമു അലൈക്കും. ഒരിക്കൽ കൂടി പറയുന്നു, ആ എന്ത് ഈദ് മുബാറക്. ഇത് മുബാറക്കല്ല, അതുണ്ട്. എപ്പോഴും പറയാം, മെസ്സേജൊക്കെ അയക്കാം. നിസ്കാരം ഇതാക്കരുത് ഡീ കേട്ടല്ലോ എല്ലാവരും, ഫോണെല്ലാവരും. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തുക്കണോ? ഞങ്ങൾ പോയി. ഇതെന്താ ഇപ്പൊ ഇവൻ ചെയ്ത്താൻ സേവ തുടങ്ങിപ്പാ. ചാത്തൻ സേവ. മുത്തപ്പന ചാത്തക്കുട്ടിയോ? ഇതാരാ ക്യാരക്ടർ? അതാണ് കൊക്കുശിബു എന്നൊക്കെ പറയുന്നത്. കൊക്ക് ഷിബോ? എത്ര? 4000 റുപ്യ ഇതിനോ? 4000 റുപ്യ പറഞ്ഞു. ടീച്ചോണ്ട് എന്നാ പോണ്ട പോവാറിനപ്പോ ആവോ അല്ല ആവോ ടീച്ചറിന്റെ തോളിൽ ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ടൊരു 3000 റുപ്യ പറഞ്ഞു ബംഗാളി. അതിൽ ഈ ഇങ്ങനെ കൊതരാണ് പോകുന്നത്. അതിൽ പിന്നെ 2000 അല്ല, ഒരു 1000 എടുത്തത്. 4000 ആയിട്ട് കഴിയും. എത്ര ഒറ്റടിക്ക് 3% കുറഞ്ഞു. ഏതോ തെന്നിന്ത്യൻ രണ്ടെത്ര ഉണ്ട്. ഏതോ ഗ്രീക്ക് ദൈവമാണെന്ന് തോന്നുന്നു. പക്ഷെ പാരകന്റെ ചെരുപ്പാണ് ഇട്ടുക്കണത്. അതെന്താ തവാള ചെരുപ്പാണ്. സന്യാസത്തിന് പോകുമ്പോ ഇരിക്കണ ചെരുപ്പാണ്. ഇത് സന്യാസിയാ? സന്യാസി ഒന്നല്ല, ഷർട്ടൊന്നുമില്ലല്ലോ കണ്ടോ. ഓ 8 പാക്കാണ്. വാളുണ്ടല്ലോ, വലുപ്പല്ലോ വാള്. നോട്ടെ മുടി ഒരിക്കാം. ഐ അവിടെ തന്നെ ഒക്കെ അവൻ്റെ ഫുൾ ലുക്ക് പോയി. എന്താണ് ഗ്രീക്ക് ദൈവം, പുതിയ പെടുത്ത ആളാട്ടോ. ഇവിടെ നോട്ടെ, ഇറങ്ങല്ലേ. ഇറങ്ങ നേരത്തെ ലൈറ്റ് കംപ്ലീറ്റ് ഓഫ് ആക്കിയോ? പാസ്പോർട്ട് എടുത്തോ?
പാസ്പോർട്ട് എടുത്തിട്ടില്ല. അയ്യോ, ഞാനും എടുത്തിട്ടില്ല. ഇന്റെ എടുക്കോ? ഇല്ല. ഇന്റെ എടുക്കോ അഫിയ? ഫേസ് വാഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്റെ റൂമില്. ആ സഫ മറുവ മലനിരയിൽ സാഹിമിനെ സ്വയമറിഞ്ഞേ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ മദർ, സീ യു സൂൺ ഇൻഷാല്ലാ. പോവാ. എന്റെ പാസ്പോർട്ട് എടുത്തോളാം, അല്ലെങ്കിൽ പോക്ക് കിടക്കൂല. അത് കുടുങ്ങി പോവും. മേലെന്റെ ഇത് വെക്കണ വാർഡ്രോബിന്റെ ഇത് വലിപ്പിന്റെ അവിടെ ഒരു ഇതുകൊണ്ട് കമത്തി വെച്ചിരിക്കുന്നു പാസ്പോർട്ട്. 12 മണിയായില്ലേ? ഉറക്കം പിന്നെ നമുക്ക് 4-5 അതല്ലേ അവിടെ ചെന്നാ പിന്നെ സുനിതാത്താക്ക് ഏത് നമ്പറാ കൊടുക്കുക? ഏതും കൊടുക്കും. നിങ്ങളെ നമ്പറാണ് കൊടുക്കും. അതുകൊണ്ട് എന്താ കാര്യം? ഞങ്ങളെ നമ്പർ കൊടുക്കും. എൻ്റെ അടുത്ത് സുനിതാത്താൻ്റെ നമ്പർ കേട്ടോ. തന്നാ ഞാൻ എടുക്കും. ഞാൻ തരാം. ആ പെണ്ണിൻ്റെ വായിച്ചറിയാ? ആ ചേച്ചിന്റെ അയച്ചോളൂ. ചേച്ചിൻ്റെ അയച്ചോളൂ. നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ കാണാനുണ്ട്. അപ്പൊ ഖത്തർ പോയിട്ട് കാണാം. നമുക്കൊരു സ്പെഷ്യൽ ആളെ കാണാനുണ്ട്. എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. എടുത്തോ? ടോയോനും ഇല്ല. ആ കുട്ടീനെ എന്തായാലും കാണും. ഇമ്മച്ചി ഞങ്ങൾ ഏത് നാട്ടിൽ പോകുമ്പോഴും ഇമ്മച്ചിൻ്റെ കുറച്ച് റെക്കഗ്നീഷൻസ് തരും, കുറച്ച് റെക്കമെൻഡേഷൻസ്. ഏത് രാജ്യത്തും ഉമ്മച്ചിക്ക് ഒരാളുണ്ടാവും. എന്നിട്ട് ഓല എന്തായാലും കാണണം, മസ്റ്റായിട്ട് മീറ്റ് ചെയ്യണം. ഉമ്മച്ചി നമുക്ക് ആഹ്വാനം ചെയ്ത് വിടും. നമ്മൾ ഇതുവരെ പാളിയിട്ടില്ല. അത് ഇതിൻ്റെ അല്ലേ? ഇതിൻ്റെ നോക്കട്ടെ. ഇതിൻ്റെ എന്നിട്ട് എൻ്റെ ആണല്ലോ. എത്രങ്ങാനും ഒപ്പാണ് മാൻ. എൻ്റെ ഒന്നും ഒറ്റൊന്നുമില്ല. സഞ്ചാരി നീ, സഞ്ചാരി ഞാൻ. സൈഡ് ബാഗുകൾ നേരെ പോവാ. Why you don't have bag, Afif? സൈഡ് ബാഗ് ഇല്ല. അഫീഫ് ലാപ്ടോപ്പ് ബാഗ് എടുത്തോ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പോകാനുള്ള പുറപ്പാടുകൾ ചെയ്തു തുടങ്ങി. നമ്മൾ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? അഫീഫിൻ്റെ ഈ ഷൂ എന്താ വേറെ ലഗേജാ? അതാണ്. അതിന് ഷാനുവിൻ്റെ അടുത്ത് മാറ്റാൻ കയറ്റാൻ പറഞ്ഞു. അപ്പം എൻ്റെ ബാഗ് എവിടെ? എൻ്റെ ബാഗ് ഇതിലില്ലല്ലോ. കാട്ടുണ്ടോ? അഫീഫിൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് ബാഗ് എടുക്കാതെ അപ്പം തുടങ്ങി. ഇനി ബാഗ് എടുക്കാതെ നേരെ ഒരു ഷൂസും ഈ ഒരു കൂളിംഗ് ഗ്ലാസും ഈ തലപ്പാവും മാത്രമായിട്ട് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഇപ്പം തന്നെ പോകേണ്ടിരുന്നു. അപ്പം എൻ്റെ ബാഗ് ചെറുത് ഈച്ചുവിൻ്റെ അല്ലേ? ചെറിയ ബാഗ് എൻ്റെത് അതിലല്ലേ പാസ്പോർട്ട്? എൻ്റെ പാസ്പോർട്ട് എവിടെ? ഉറപ്പല്ലേ? അവൻ കാണിച്ചെന്നാ. പാസ്പോർട്ടുണ്ട്, ആധാർ കാർഡുണ്ട്. ആധാർ കാർഡ് എന്തിനാ? അത് വെറുതെ. ഓക്കെ. അപ്പം ലഗേജ് ഇവിടെ കയറ്റി, ഈ ബാഗ് ഇവിടെ കയറ്റി, ലാപ്ടോപ്പ് ബാഗ് ഇവിടെ കയറ്റി. ലാപ്ടോപ്പിൽ ചാർജറല്ലേ അതിൻ്റെ ഉള്ളിലുണ്ടാവും. സൈഡ് ബാഗ് തോളിലിടും. കുറേ ബാഗ് ഉണ്ടാകുമ്പോൾ വള്ളിക്കട്ടെ. എനിക്ക് ഒറ്റ ബാഗുള്ളൂ, ഒറ്റ ഫുൾ ബാഗ്. അപ്പം സുഹൃത്തുക്കളെ, നമ്മൾ ഒരുങ്ങി കഴിഞ്ഞു. അപ്പോൾ ഈ പെരുന്നാളും ഈ വലിയ പെരുന്നാളും നിങ്ങളെല്ലാവരെയും കൂടെ ആഘോഷിക്കാനും നിങ്ങളെല്ലാവരും വിചാരിച്ച രീതിയിൽ ഒരു വലിയ പെരുന്നാൾ വ്ളോഗ് ചെയ്ത് നിങ്ങളെ കൂടെ പോകാനും നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ പെരുന്നാൾ വ്ളോഗ് സ്പോൺസർ ചെയ്യാനും ഞങ്ങളെ കൊണ്ട് ഇത്തവണ സാധിച്ചില്ല. പക്ഷേ എന്നാലും ഈ വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഖത്തറിനെടുക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇതിലും മനോഹരമായി, ഇതിലും ബ്യൂട്ടിഫുള്ളായി ഒരു സൂപ്പർ വ്ളോഗ്, ഒരു 1.5 വ്ളോഗ് ഈ മാസം ഫുൾ നമ്മൾ വ്ളോഗും ഇരിക്കാനാണ് പ്ലാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറ്റുന്ന പോലെ വ്ളോഗ് ചെയ്ത് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. അപ്പം പോവാം. ഡ്രൈവർ വണ്ടി എടുക്കൂ. അഫീഫ് ഇവിടെ കയറൂ. അഫീഫ് ഇങ്ങോട്ട് കയറൂ. അഫീഫ് കയറൂ. ഷൂ ഇഞ്ഞ കേട്ടാ. എന്താ ഷൂ കച്ചവടം ഖത്തറിൽ? അത് മതി. താത്തിക്കോ. ഫോൺ ഇട്ടോ അടിയിലാണേ.
വലിയ ബാഗ്, ഫോണ്, ഈ ഫോണ്, ആ ഫോണ്, ചെറിയ ബാഗ്. ഓക്കെ, ഡീൽ. ഇനി ഷാനുവിൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ ലോകോത്തര ഇൻ്റർനാഷണൽ ബ്രാൻഡായിട്ടുള്ള ഹിൻലേഴ്സിൻ്റെ ഗോഡൗൺ ടൂറാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രാൻഡിൻ്റെ പുറകിലെന്ന് പറഞ്ഞാൽ നമ്മൾ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആൻഡ് ബില്യൺസ് ഓഫ് ട്രില്യൺസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സാണ് നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഗോഡൗൺ വരുന്നത് കൊണ്ടോട്ടി, നമ്മുടെ കാലോറ്റ് പറയുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ ഈ ബ്രാൻഡിൻ്റെ ഗോഡൗൺ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഗോഡൗൺ. ഷെനൂബലിൻ്റെ ഇപ്പോൾ മാനേജർ ഇവിടെ കണക്ക് എഴുതി ഖത്തർക്കുള്ള 70ാമത്തെ ഓർഡറിൻ്റെ കണക്കാണ് മാനേജർ ഇവിടെ എഴുതുന്നത്. ഏകദേശം മാഷാ അല്ലാ 70-75 ടീഷർട്ട്സാണ് നമ്മൾ എന്ത് ചെയ്യണത് ഖത്തറിലേക്ക് നമ്മളത് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇത് ഫുള്ള് ഹിൻലേഴ്സിൻ്റെ ടീഷർട്ട്സാണ്. ഇതിപ്പോൾ പകുതിയെ ഷാനു പാക്ക് ചെയ്തിട്ടുള്ളൂ. അവിടെ നമ്പർ ഇട്ട് എഴുതുന്നത് 70ാമത്തെ നമ്പറാണ്. ഫോൺ നമ്പർ കാണിച്ചു കൊടുക്കണ്ട. ഇതാണ് നമ്മൾ ടീഷർട്ട്സ് ഇട്ടാ. ടീഷർട്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഓല സൈസും കോഡും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന് നമ്മളെ ഹിൻലേഴ്സിൻ്റെ ഒരു സ്റ്റിക്കേഴ്സും കൊടുക്കും കേട്ടോ. അതായത് ഒരു സ്റ്റിക്കർ പാക്ക് ഉണ്ട്, നമ്മളെ കുഞ്ഞ് സ്റ്റിക്കർ പാക്ക്. കണ്ടോളി. ഹഗ് യുവർ ഹോമീസ്, ഹിൻലേഴ്സ് ക്രിയേറ്റീവ് സ്റ്റുഡിയോ, ഹിൻലേഴ്സ് കോഫി, ഹിൻലേഴ്സ് മീഡിയ. അപ്പം അതുപോലെ തന്നെ ഒരു താങ്ക്സ് കാർഡും ഉണ്ട്. താങ്ക് യു, വി ആർ സോ ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ ട്രസ്റ്റ് ഇൻ അസ്, എൻജോയ് യുവർ പർച്ചേസ്, ലെറ്റ്സ് ബി സോഷ്യൽ. ഇതൊക്കെ ആരടിച്ചിറക്കിയ ജാനോ? നമ്മൾ തന്നെ സീൻ ബ്രാൻഡായിട്ടോ, വലിയ ബ്രാൻഡുകളെ പോലെ ആയി. അപ്പം ഇമ്മച്ചി തന്ന ചക്കിയും സാധനങ്ങളൊക്കെ ഒതുക്കിയൊരു മൂലൊക്കെ ഇട്ടിക്കണ്. എനിക്കെന്താ വെച്ചാൽ ഷൂ ആ സൈഡിക്കും ഈ സൈഡിക്കും ആക്കി വെച്ചു. അതിൻ്റെ മേലെ കൂടെ ചക്ക സംഭവങ്ങൾ ഫുള്ള് പാക്ക് ചെയ്ത്, ഷർട്ട് സംഭവങ്ങളൊക്കെ ഒരു അറയൊക്കെ ഇതിലേക്ക് ഫുള്ള് ഇനി സാധനം കയറണം കേട്ടോ. എൻ്റെ ഒഴിവില്ലേ? നല്ല സ്പേസ് ആണെന്ന് തോന്നണേ. ഇത് പോവോ ഷാനു? ഇന്ത്യയിൽ ഇത്രയൊക്കെ ഉള്ളു തോന്നണേ. അപ്പോൾ സാധനങ്ങൾ ഹിൻലേഴ്സിൻ്റെ തുരുതുരനുള്ള ടീഷർട്ട്സ്. അവിടെ സാധനം ഉണ്ടോ നമ്മളെ ഗോഡൗണിൽ? ഗോഡൗൺ ഉണ്ട് കേട്ടോ അവിടെ. പ്രയാതൊന്നുമില്ല മതി. അപ്പം ഇത് നമ്മളെ ചില്ലറ ഗോഡൗൺ കേട്ടോ. അതായത് ഇപ്പം നമ്മളെ പ്രൊഡക്ട്സ് ഒക്കെ പറഞ്ഞാൽ ഫുള്ള് കിടക്കണത് പറഞ്ഞാൽ നമ്മളൊരു 13 ഏക്കേഴ്സിൻ്റെ ഒരു ലാൻഡ് നമുക്ക് കുറച്ച് അപ്പുറത്ത് മാറിയിട്ട് അവിടെ വലിയ ഗോഡൗണിലാണ് ശരിക്കും എല്ലാ പ്രൊഡക്ട്സും ഉള്ളത്. അപ്പോൾ കുറച്ച് പ്രൊഡക്ട്സ് ഇപ്പോൾ തൽക്കാലം നമ്മളൊരു സെറ്റപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടെ കൂട്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഇത് ഫുള്ള് വൈറ്റിൽ വരുന്ന ഹിൻലേഴ്സ്, അത് റെഡിൽ വരുന്ന ഹിൻലേഴ്സ്. പിന്നെ ഇതല്ല ഏറ്റവും കൂടുതൽ പോയത് ഹിൻലേഴ്സ് കോഫി. ഇത് ഹിൻലേഴ്സ് കോഫി, അതും ഹിൻലേഴ്സ് കോഫി. അത് ഹിൻലേഴ്സ് റെക്കോർഡ്സിൻ്റെ ഒരു ഡാർക്ക് ബ്ലൂ സാധനം. ഇനി വരാനുള്ള ഡ്രോപ്പ് മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഡ്രോപ്പ് ഓഫ് ഹിൻലേഴ്സ് ആട്ടോ. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഡ്രോപ്പാണ് ഇനി വരാൻ പോകുന്നത്. കിഡിലൻ ഡ്രോപ്പാണ്, കിഡിലൻ ക്വാളിറ്റിയിൽ കിഡിലൻ ഡിസൈൻ വരുന്ന ഒരു സാധനമാണ് ഇനി വരാൻ പോകുന്നത്. സിമ്പിൾ യെറ്റ് എലഗൻറ്റ്. അത് ഡ്രോപ്പ് ഇറങ്ങുന്നതോടുകൂടി മോഡൽസ് ഒക്കെ മാറും. മോഡൽസ് ഹനാൻഷ, സ്റ്റീല്. അപ്പോൾ ഇത് നമ്മളെ ബ്ലാക്ക് കിട്ടോ. കാണിച്ചു കൊടുക്കണോ ഷാനോ ഓരോന്ന്? നമ്മൾ ഫുൾ സാധനം ഇതുവരെ കാണിച്ചു കൊടുത്തില്ലല്ലോ. ഓരോന്ന് പൊട്ടിച്ചാലോ? പൊട്ടിച്ച എന്താ ആണോ? അപ്പോൾ ഇത് ബ്ലാക്ക്. എന്നാൽ ഒരു ദിവസം പൊട്ടിച്ച് കാണിച്ചു കൊടുക്കല്ലേ ഫുള്ള് ഷൂട്ടിന്? ഇത് ബ്രൗണ്, ഇത് ഡാർക്ക് ബ്ലൂ, ഇത് റെഡ്, ഇത് നമ്മളെ ഓഫ് വൈറ്റ് തീമിൽ വരുന്ന സാധനം കേട്ടോ. ഫുൾ നമ്മളെ സാധനം തന്നെ. ഇത് വൈറ്റ്, ഇതാണ് ഫസ്റ്റ് ഡ്രോപ്പിൽ വരുന്ന സാധനം. ഇതൊക്കെ ഹഗ് യുവർ ഹോമീസ്. ഇതെന്താ നമ്മളെ കവറാ? ഇതിലിങ്ങനെ പോകും. ഇവിടെ ഒക്കെ പുറത്തേക്കാണ് വന്നത്. ഞാനിത് പുറത്തേക്കാ വരുന്നുണ്ടോ?
പറയുന്ന കേൾക്കും ഹിൻലെസ്. ഇനി പൂട്ടി കൊടുക്കുക. അപ്പോൾ താങ്കൾ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഹിൻലെസ് ടീഷർട്ട്സ് റെഡി. അപ്പോൾ ഈ ഡ്രോപ്പിൽ ഏതെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സൈറ്റിൻ്റെ സാധനം, അതായത് സൈറ്റിൻ്റെ ലിങ്ക് എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. www.hinless.com എന്നുള്ള സൈറ്റിൽ നമ്മുടെ പ്രൊഡക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. ഗുഡ് ക്വാളിറ്റിയിൽ, അതായത് ബെസ്റ്റ് ക്വാളിറ്റി, നല്ല GSM ഉള്ള കട്ടിയുള്ള ക്ലോത്തിൽ, അതായത് അങ്ങനെ ഇങ്ങനെയും വലിയാത്ത നീളാത്ത ക്ലോത്തിൽ, നല്ല ക്ലോത്തിൽ നല്ല പ്രിൻറ്റ്സ് വരുന്ന നമ്മുടെ ഓൺ ഡിസൈൻസ് വരുന്ന ബ്രാൻഡാണ് നമ്മുടെ ഹിൻലെസ്. വേറൊരു കമ്പനീൻ്റെ ഒരു ഡിസൈൻ അല്ലെങ്കിൽ വേറൊരു കമ്പനീൻ്റെ സാധനങ്ങൾ നമ്മളിതിലില്ല. നമ്മളെ ഡിസൈനർ തന്നെ ഐപാഡിൽ കുത്തി ഇരുന്നു കൊണ്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്നു കൊണ്ട് ഒരു ദിവസം 2-3 ദിവസം ഇരുന്നിട്ട് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ സാധനങ്ങൾ സെറ്റ് ചെയ്ത ഡിസൈൻസാണ് വരുന്നത്. നമ്മളെ തന്നെ കഴിവാണ് നമ്മൾ ബ്രാൻഡിലൂടെ പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ സാധനങ്ങൾ. ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും കളേഴ്സ് ടീഷർട്ട്സ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് പോയിട്ട് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് സാധനം വാങ്ങട്ടോ. അപ്പോൾ ഇനി ബാക്കി പാക്കിംഗ് പരിപാടികളിലേക്ക് കടക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന മോഡൽ ഹിൻലെസ് കോഫിയുടെ ഏറ്റവും പുതിയ മോഡലാണ് കോഫി മോഡൽ, കോഫി കിങ്. ശരിക്കും ഇതിക്ക് ഈ പാൻറ് ഇടരുത്, ഇതിക്ക് ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. ഏണേ അത് ഹോളിക്ക് കൂടിയാണേ. ഹോളി പരിപാടിക്ക് പോയാ ബാക്ക് ഇരുന്നാ നേരക്ക് അതിൻ്റെ ഉള്ളിക്കിട് വൃത്തിയിലേക്ക്. ഇതാണ് നമ്മളെ ഒരു ഡ്രോപ്പ് കേട്ടോ, മോർ ദാൻ എ കോഫി. ഇത് കോഫി അഡിക്ട്സിന് വേണ്ടി നമ്മൾ ഇറക്കിയ ഡ്രോപ്പാണ്. തിരിഞ്ഞ് കാഫിയെ കറക്റ്റ് ഫിറ്റിങ്സ് ആട്ടോ നമ്മൾ കൊടുക്കുന്നത്. കറക്റ്റ് വെൽ ഫിറ്റ്, എല്ലാവർക്കും സുഖസുന്ദരമായൊരു ഫിറ്റാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ ഇതേപോലെയാണ് ഓരോ സാധനം ഇവിടെ കിടക്കുന്നത് കേട്ടോ. നോക്കിയിട്ട് പറയും, മാണ്ടിയ പോലെ ചെയ്യാം. ഓക്കെ. അപ്പോൾ വൺസ് അഗൈൻ നാട്ടിലെ നമ്മുടെ എല്ലാ യൂട്യൂബ് കാണുന്ന ആൾക്കാർക്കും, ഉമ്മമാർ, ഉപ്പമാർ, കുട്ടികൾ, ചെറിയ കുട്ടികൾ, ഗേൾസ്, ബോയ്സ്, എല്ലാവർക്കും ഒരു വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. എന്നും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യമുള്ള പെരുന്നാളുകൾ ആഘോഷിക്കാൻ, ഇനിയും വലിയവരൊപ്പം മുതിർന്നവരൊപ്പം ഒക്കെ ആഘോഷിക്കാൻ, കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ എല്ലാവർക്കും പടച്ചോൻ ബർക്കത്ത് നൽകട്ടെ. കാരണം ഞാൻ പറയട്ടെ, ഏറ്റവും വലിയ നമ്മളെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബമാണ്. അതായത് നിങ്ങൾ ഒരുപാട് പൈസയോ അല്ലെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടുംബം വാങ്ങാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു ലോകത്തെ ഏറ്റവും വലിയ മില്യനെയറാണ്, നിങ്ങൾക്ക് നിങ്ങളെ കുടുംബം വാങ്ങാൻ പറ്റുമോ? കുടുംബത്തിലെ സ്നേഹം വാങ്ങാൻ പറ്റുമോ? പറ്റില്ല. അത് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ഉപ്പ ഉമ്മ മകൻ എന്നൊക്കെയുള്ള ബന്ധം എന്നുള്ളത് നമ്മൾ അനുഗ്രഹങ്ങളിൽ കൂട്ടാത്ത സംഭവമാണ് നല്ലൊരു കുടുംബ ബന്ധം. അതായത് നമ്മളിപ്പോൾ അനുഗ്രഹമായി കൂട്ടാൻ നമുക്ക് നല്ല കാറുണ്ട്, നമുക്ക് നല്ല ബസ്സുണ്ട്, നമുക്ക് വലിയൊരു സംഭവമുണ്ട്, നമുക്ക് വലിയൊരു ബിസിനസ് ഉണ്ട്. ഇതൊക്കെ വലിയ അനുഗ്രഹങ്ങളാണ്. അനുഗ്രഹങ്ങളല്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷേ അനുഗ്രഹങ്ങളുടെ എണ്ണത്തിൽ കൂട്ടപ്പെടാത്ത പോണതാണ് നല്ലൊരു കുടുംബ ബന്ധം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു കുടുംബ ബന്ധം സംഭവങ്ങളൊക്കെ ഉണർത്തി അതിനെ തഴുകി തലോടി എല്ലാ കുടുംബത്തിൽ കൂടി പോയി വരുന്നത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കണ ഒരു പരിപാടിയാണ്. എന്തൊക്കെ പറഞ്ഞാലും വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ. ആഫ്റ്റർ എവറിത്തിങ് കുടുംബ ബന്ധങ്ങൾ എന്നും നല്ല രീതിയിൽ നിലക്കണം. ആ ബന്ധം ഉണ്ടാവുള്ളൂ, മരണം വരെ ആ സംഭവങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ അങ്ങോട്ട് എത്തിച്ചു ടീഷർട്ട് എന്നൊക്കെ മാറി. അപ്പം ഇപ്പോൾ നമ്മളൊരു ആശുപത്രിയിൽ കിടക്കുന്ന അവസ്ഥ വന്നാൽ നമ്മളെ ചുറ്റും എഴുതി വെച്ചോളൂ, നമുക്ക് ആരൊക്കെ എന്തൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഇപ്പാക്കും ഉമ്മാക്കും ആവതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഇപ്പോൾ ഒരു സൈഡിൽ ഉമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് കുടുംബത്തിൻ്റെ ആവശ്യകത. അപ്പോൾ ആ കുടുംബ ബന്ധം എന്നും നിലനിർത്തി പോകാൻ എല്ലാവർക്കും പറ്റട്ടെ. എല്ലാ കുടുംബങ്ങൾക്കും നല്ല രീതിയിൽ ബന്ധം നിലനിർത്താൻ പറ്റട്ടെ. നമ്മളെ ബന്ധം നല്ല രീതിയിൽ ഞങ്ങൾക്ക് നിലനിർത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നല്ലൊരു വലിയ പെരുന്നാളാവട്ടെ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഒന്ന് കിടന്നുറങ്ങുക. ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു ഉച്ചമയക്കൊക്കെ ഇട്ടിട്ട് വൈകുന്നേരം ഒരു സുലൈമാനിയൊക്കെ അടിച്ച്, അതാണ് ആ ഒരു ഭംഗി. അപ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും എനിക്ക് നാട്ടിൽ നഷ്ടപ്പെട്ടു. എനിക്ക് കൂടാൻ പറ്റില്ല. അതെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തീരാൻ നഷ്ടമാണ്. പക്ഷേങ്കിൽ എനിക്ക് മാനേജർ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യത്തത് ഞങ്ങൾക്കും നാട്ടിൽ കൂടാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൺസ് അഗൈൻ എൻ്റെ എല്ലാ ഓഡിയൻസിനും നമ്മുടെ എല്ലാ ആൾക്കാർക്കും എല്ലാവിധ വലിയ പെരുന്നാൾ, അടുത്ത പെരുന്നാൾ കാനഡ ബോർഡാണ്, വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ എൻ്റെ പേജ് 2 മില്യൺ അല്ല. പക്ഷെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ അടിയിൽ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന് എഴുതി കാണിക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എയർലാവും, ഞാൻ പറക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 2 മില്യൺ എന്ന് കാണണ്ടേ. ഹാപ്പി 2 മില്യൺ ബ്രോ, ഹാപ്പി 2 മില്യൺ ഫാമിലി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക. സോ വി ആർ 2 മില്യൺ ഇൻഷാ അല്ലാഹ് നമ്മൾ അടിക്കുന്നതായിരിക്കും. സോ എല്ലാവരും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വ്ളോഗ്.
എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഖത്തറിലെ വിശേഷങ്ങൾ അടുത്ത വ്ളോഗ് മുതൽ കാണാം. പോണ തൊട്ട് ഖത്തറിലെത്തുന്നതും പരിപാടി കാര്യങ്ങളൊക്കെ കാണാം. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ ബൈ.